പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 37-ാം സങ്കീർത്തനം 5-ാം വാക്യം: നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ഹല്ലേലൂയ. അവൻ അത് നിർവഹിക്കും, അവനത് നിറവേറ്റും. അല്ല, അവനത് അക്കംപ്ലീഷ് ചെയ്യുമെന്ന് ഇംഗ്ലീഷ് പരിഭാഷയിൽ പറയുന്നു. നാം ചെയ്യുന്ന കാര്യത്തെ നേടിയെടുക്കാൻ, നമ്മുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും. ഇന്ന് പകൽക്കാലവും ഈ സങ്കീർത്തന ഭാഗങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനുള്ള ബലം നമുക്ക് തരുമാറാകട്ടെ. പലപ്പോഴും ജീവിതത്തിൽ പലതും ചെയ്യാൻ തുടങ്ങിയിട്ടും അതിനെ നിറവേറ്റാൻ കഴിയാതെ, പൂർത്തീകരിക്കാൻ കഴിയാതെ, അതിൻ്റെ ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ മനുഷ്യർ വിഷമിക്കുമ്പോൾ, ആങ്സൈറ്റിയിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് ഇന്ന് പകൽക്കാലം അതിനുള്ള ദൈവിക മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരികയാണ്. ഒന്നാമതായി ദൈവം പറയുന്നു, നിങ്ങൾ മുഷിഞ്ഞു പോകരുത്, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. ഈ ലോകത്തിൽ ദുഷ്പ്രവൃത്തിക്കാരെ കണ്ട്, മറ്റുള്ളവരെ കണ്ട് നിങ്ങൾ ആകുലപ്പെടേണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് യോഹന്നാൻ 14:1 പറയുന്നത് അതുകൊണ്ടാണ്. എന്താ കാരണം? നമ്മുടെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയേണ്ട ഒന്നാമത്തെ വലിയ സത്യവും അതാ. സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു. ഇതുവരെയും താൻ കണ്ടത് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ താൻ എഴുതിയെന്ന് പറയുന്ന ഈ സങ്കീർത്തനത്തിൽ അദ്ദേഹം പറയുന്നത് അതാ. എൻ്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. ഒരിക്കലും ജീവിതത്തിൽ ദൈവം തന്നെ ഒരു നാളും കൈവിട്ടിട്ടില്ല. അത് 25-ാമത്തെ വാക്യത്തിൽ ദാവീദ് രാജാവ് പറയുന്നു, ഞാൻ ബാലനായിരുന്നു, ഞാൻ വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരത്തിന് ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ ഒന്നാമത്തെ വാക്യം, ലോകത്തിലെ ദുഷ്പ്രവൃത്തിക്കാരെ കണ്ട് നീ വിഷമിക്കേണ്ട, നിൻ്റെ കൂടെ ദൈവമുണ്ട്. ദാവീദ് പറയുന്നു, എൻ്റെ ബാല്യം മുതൽ ഇന്നുവരെയും എൻ്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യമുണ്ട്. പ്രിയരെ, ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം അതാ. നമ്മുടെ കൂടെ കർത്താവുണ്ട്. നാം തനിയെ അല്ല, നാം ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. ഒന്നാമത്തെ സീക്രട്ട് അതാ. നിങ്ങളുടെ കാര്യങ്ങൾ അക്കംപ്ലീഷ് ചെയ്യാൻ, നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റാൻ ഒന്നാമത്തെ സീക്രട്ട് കൂടെ ദൈവമുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. ദാവീദ് വിളിച്ചു പറയുന്നത്, ഞാൻ വൃദ്ധനായി തീർന്നിട്ട് ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, നീതിമാൻ ഒരു നാളും തുണയില്ലാതെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. എത്ര പേര് ആ കര ഉയർത്തിയിട്ട് പറയും, എൻ്റെ കൂടെ തുണയായി നിൽക്കുന്ന ഒരു അപ്പ എനിക്ക് ഉണ്ട്. 2, വേദപുസ്തകം പറയുന്നു, ദുഷ്ടന്മാരുടെ നീതികേട് ചെയ്യുന്നവരുടെ അസൂയപ്പെടരുത്, അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. ഈ ലോകത്തിൽ പലരെ കണ്ടിട്ട് നമ്മൾ പറയും, നോക്ക്, ഇന്ന മനുഷ്യന് ഇന്ന കാര്യങ്ങളുണ്ട്, അവൻ ജീവിതത്തിൽ നല്ലതായി വന്നു, നല്ല വീട് വെച്ചു, നല്ല വാഹനം മേടിച്ചു, നല്ല ജോലി കിട്ടി, നല്ല ഭാര്യയെ കിട്ടി, നല്ല കുടുംബം കിട്ടി, നല്ല കുഞ്ഞുങ്ങളെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ദൈവത്തെ അറിയാത്തവരുടെ ജീവിതം കണ്ടിട്ട് പലപ്പോഴും മനുഷ്യർ അസൂയപ്പെട്ടു പോകാറുണ്ട്. ദൈവത്തെ ദൈവത്തിൻ്റെ പേര് പോലും അറിയാത്ത ചിലർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ടെൻഷനിലൂടെ കടന്നു പോകാറുണ്ട്. പ്രിയരെ, ഞാനൊരു കാര്യം പറയട്ടെ. വേദപുസ്തകത്തിൽ ആസാഫിൻ്റെ പുസ്തകത്തിലും ആസാഫ് 73-ാം സങ്കീർത്തനത്തിൽ ഇത് തന്നെയാണ് ദൈവത്തോട് പറയുന്നത്. കർത്താവേ, നോക്ക്, അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് ഉന്തിയിരിക്കുന്നു. ദൈവത്തെ അറിയാത്ത, നീതികേട് പ്രവർത്തിക്കുന്ന പലരുടെയും ഉദാഹരണം പറഞ്ഞിട്ട് താൻ ദൈവത്തോട് പരിതപിക്കാറുണ്ട്. എന്നാൽ ഇവിടെ വേദപുസ്തകം പറയുന്നു, അവർ പുല്ലുപോലെ, പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു, അവർ അല്പസമയം കൊണ്ട് വാടിപ്പോകുന്നു. പ്രിയരെ, നിങ്ങളെ വാട്ടിക്കളയാനല്ല ദൈവം നിർത്തിയിരിക്കുന്നത്. ഈ 2-ാം വാക്യം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു പദവിത, എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവർ വാടിപ്പോക്കോട്ടെ, അവർ കരിഞ്ഞു പൊക്കോട്ടെ, നിന്നെ ഈ ലോകത്തിൽ മാത്രമല്ല നിത്യത വരെ പരിപാലിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് ശ്രേഷ്ഠകരമായൊരു പദ്ധതിയുണ്ട്. യെരമ്യാ പ്രവചനത്തിൽ പറയുന്നത് പോലെ, ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അത് തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള നിരൂപണങ്ങൾ. നിങ്ങൾ പ്രത്യാശിക്കുന്ന നല്ല ഭാവിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നല്ല പദ്ധതി എൻ്റെ കർത്താവിനുണ്ട്. മറ്റുള്ളവർ പുല്ലുപോലെ വാടിപ്പോകുമ്പോൾ നിന്നെ വാട്ടിക്കളയാനല്ല ദൈവം നിർത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വർഷം പോലെ ആയിരിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്.
പദ്ധതിയുണ്ട്. ഇതാ ഹല്ലേലൂയ മൂന്നാമത്തെ കാര്യം പറയുന്നു, നിങ്ങൾ ദൈവത്തെ ഹല്ലേലൂയ പൂർണ്ണമായി ആശ്രയിക്കുക, വിശ്വസ്തയോടുകൂടെ ജീവിക്കുക, ദൈവത്തിൽ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുക. ഒന്ന്, ദൈവം കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. രണ്ട്, ഹല്ലേലൂയ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ടെന്ന് ഏറ്റുപറയുക. മൂന്ന്, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. നാല്, ദൈവത്തിൽ രസിക്കുക. ദൈവത്തിൽ രസിക്കുക. പ്രിയരെ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ രസിക്കണം, പാട്ട് പാടുമ്പോൾ രസിക്കണം. ഹല്ലേലൂയ ദൈവത്തിൽ തന്നെ നിങ്ങൾ രസിക്കണം. ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നത് ഒരു ടൈം പാസ്സായി എടുക്കരുത്. ദൈവസന്നിധിയിൽ വരുന്നത് സന്തോഷത്തോടെ. 122 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ സന്തോഷത്തോടെ ദൈവസന്നിധിയിലേക്ക് വരണം. ഇത് അവസാനമായിട്ട് 5-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ വഴി പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നിന്റെ വിവേകത്തിൽ ഊന്നാതെ, ശക്തിയിൽ ഊന്നാതെ, നിന്റെ ബലത്തിൽ ഊന്നാതെ കർത്താവിനോട് പറയണം, കർത്താവേ ഐ സബ്മിറ്റ്, എന്നെ തന്നെ ഏൽപ്പിക്കുക, എൻ്റെ വഴികളെ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുക. അങ്ങനെയെങ്കിൽ നിന്റെ കാര്യത്തെ നിറവേറ്റാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനത്രേ. 5 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്നു. ഒന്ന്, ഹല്ലേലൂയ നാം കർത്താവ് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. 2, ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. അത് ഇന്ന് വാടിപ്പോകുന്ന, ഇന്ന് കരിഞ്ഞു പോകുന്ന പദ്ധതിയല്ല, നിത്യതയോളമുള്ള ഒരു പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കുക. 3, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക, ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക. ഹല്ലേലൂയ 4, ദൈവത്തിൻ്റെ വേണ്ടി ചെയ്യുന്നതിനകത്തൊക്കെ സന്തോഷം കണ്ടെത്തുക. ഡിലൈറ്റ് ഇൻ ദ ലോർഡ്, ഡിലൈറ്റ് ഇൻ ദ ലോർഡ്. 5, പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളെ ജയോത്സവമാക്കി നടത്തുന്ന നമ്മുടെ കർത്താവ് നിങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തി നിങ്ങളുടെ കാര്യങ്ങളെ നിറവേറ്റും. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. ആമീൻ, ആമീൻ, ആമീൻ.